2026 ജൂലൈ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. മകരക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. ഉത്രാടം നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണം നക്ഷത്രവും അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യത്തെ പകുതി ഭാഗവും ചേർന്നതാണ് മകരക്കൂർ എന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തിനുള്ള തടസ്സം മാറിക്കിട്ടുന്നു. വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും രീതിയിൽ വിദ്യാഭ്യാസത്തിന്റെ തടസ്സങ്ങൾ, അതായത് അഡ്മിഷൻ കിട്ടാനോ അല്ലെങ്കിൽ ലോൺ കിട്ടാനോ ഉള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. അവർക്ക് പഠിക്കാൻ സാധിക്കുന്നു. കുടുംബത്തിലുള്ള കലഹം, ബഹളം, മറ്റു പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. ധനനഷ്ടത്തിൽ നിന്നും മോചനം കിട്ടുന്നു. ഏതെങ്കിലും രീതിയിൽ ധനനഷ്ടം ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മോചനം കിട്ടുന്നു. മോഷ്ടാക്കളുടെ ശല്യം കുറയുന്നു. നാൽക്കാലികളെ വളർത്തി വ്യാപാരം നടത്തുന്നവർക്ക് വലിയ രീതിയിൽ ലാഭം ഉണ്ടാക്കുവാൻ സാധിക്കുന്നു. ആരോഗ്യവും മനസമാധാനവും ലഭിക്കുന്ന ഒരു കാലമാണിത്. വിചാരിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ കാലതാമസമില്ലാതെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ പല രീതിയിലുള്ള ഉപദ്രവങ്ങളും കുറയുന്നു. ബുദ്ധി സാമർഥ്യവും വാക് സാമർഥ്യവും കൊണ്ട് പലതും നേടിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു കഴിവുണ്ടാകുന്നു. ചിലർക്ക് വിവാഹം നടക്കുന്നു. ചില അപകടത്തിൽ പരിക്കേറ്റവർക്ക്, അതായത് ചില അപകടത്തിലൊക്കെ പരിക്കേറ്റിട്ടുണ്ട്, അവർക്ക് ആ പരിക്കിൽ നിന്നെല്ലാം രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നു. അതിലെന്തെങ്കിലും പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മോചനം കിട്ടുന്നു. അതുപോലെ സ്റ്റീൽ എല്ലാം അകത്ത് സർജറി ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്തെടുത്തിട്ട് അതിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടുന്നു. മക്കൾക്ക് ഏതെങ്കിലും തരത്തിൽ മക്കൾക്ക് ദുരിതം ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നു. ശത്രുക്കളിൽ നിന്നും ഉപദ്രവം കുറയുന്നു. ബുധനും ശുക്രനും ഗുരുവും ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ സരസ്വതി യോഗം ഉണ്ടാകുന്നു. ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നു. ശ്രമങ്ങൾക്ക് ഗുണം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏത് കാര്യവും ഗ്രഹിക്കുന്നതിനുള്ള ഒരു കഴിവുണ്ടാകുന്നു. അതായത് മനസ്സിലാക്കാനും അത് മനസ്സിൽ സൂക്ഷിക്കാനും സാധിക്കുന്നു. അതുപോലെ തന്നെ അനുഭവവും കഴിവും മൂലം വളരെ ഉന്നതിയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുടുംബത്തിൽ മനസമാധാനം ഉണ്ടാകുന്നു. എന്നാൽ ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സാഹസികത കാട്ടി പരാജയപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നതിനാൽ സാഹസികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നീങ്ങുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇനി ഈ മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ പ്രായത്തിനനുസരിച്ചാണ് ഞാൻ പറയുന്നത്. ആദ്യം ഉത്രാട നക്ഷത്രത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഉത്രാട നക്ഷത്രക്കാർക്ക് അത്ര ഒരു സുഖമുള്ള ഒരു കാലഘട്ടമല്ല ഇത്. രോഗങ്ങളും കഷ്ടപ്പാടുകളും വരാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. വീട്ടുകാർ ഈ കാലം ആരുമായിട്ടും വഴക്കിനും ബഹളത്തിനും ഒന്നും പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. കൂടുതലും ഈ ചില കുട്ടികൾക്ക് ചില മിനറൽസിന്റെയും വൈറ്റമിൻസിന്റെ ഒക്കെ കുറവ് മൂലമുള്ള ചില ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ചികിത്സിച്ചാൽ ഭേദമാകും. ചിലർക്ക് ചൊറി, ചിരങ്ങ്, അതായത് കരപ്പൻ പോലുള്ള അസുഖങ്ങൾ വരുന്നതിനുള്ള, അഞ്ചാമനി പോലുള്ള അസുഖങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ബന്ധുക്കളിൽ നിന്നും സഹായം ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ വീട്ടുകാർ ഈ സമയം പാഴ് ചെലവുകളൊക്കെ കൊണ്ടുപോകേണ്ട ഒരു കാലഘട്ടമാണ്. അച്ഛനമ്മമാർ തമ്മിൽ പിണങ്ങുന്നതിനും അകന്ന് താമസിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത്. ചില പ്രാർത്ഥനകളും പൂജകളും ഈ സമയം കുടുംബത്തിന്റെ അന്തരീക്ഷം നല്ലതാവാൻ വേണ്ടി വളരെയധികം നല്ലതാകുന്നു. 4 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള ഉത്രാട നക്ഷത്രക്കാർക്ക് ഒരു പരിധി വരെ നല്ലൊരു സമയമാണ്. കുടുംബത്തിൽ ധനം ലഭിക്കുന്നു. വസ്തുക്കളോ വീടോ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പുതിയ വീട് സ്വന്തമാക്കാനും കുടുംബത്തിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ഭക്ഷണത്തിൽ നിന്നോ ജല പാനീയങ്ങളിൽ നിന്നൊക്കെ ചില ഭക്ഷ്യവിഷബാധ ഏൽക്കാൻ സാധ്യതയുള്ളതിനാല് പാനീയങ്ങളൊക്കെ കുടിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നല്ലത് മാത്രം കഴിക്കുക. വിദ്യാഭ്യാസം പ്രയാസമില്ലാതെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ മാതാവിനോ പിതാവിനോ ഒക്കെ ചില രോഗങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് വാഹനം ലഭ്യമാകാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിലെ ഉള്ളവർക്ക് ജോലി സ്ഥലവും വീടുമായി ഒന്നിച്ചു ചേർന്ന് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. രണ്ടിനും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പോകാൻ സാധിക്കുന്നു. പോയി വരുന്നതിനും കുറച്ച് ദൂരം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. കാലക്രമേണ സമ്പത്തും മറ്റ് ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. രോഗത്തിന് ശാന്തി ലഭിക്കുന്നു. ശത്രുശല്യം ഇവിടെയും കുറഞ്ഞു കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള ഉത്രാടം നക്ഷത്രക്കാർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. എല്ലാവർക്കും അല്ല, ചില ഉത്രാട നക്ഷത്രക്കാർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ പല രീതിയിലും ചതിവുകൾ പറ്റേണ്ട സാധ്യതയുണ്ട്. ഈ സമയം കൂട്ടുകെട്ടുകൾ, അതായത് സ്നേഹിതന്മാരെ തിരഞ്ഞെടുക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. അല്ലെങ്കിൽ പല കെണികളിലും പോയി ചെന്ന് ചാടേണ്ട സാധ്യത കാണുന്നുണ്ട്. മുതിർന്ന കുടുംബത്തിലെ അംഗത്തിന് ഒരു ദേഹവിയോഗം വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. വളരെ പ്രായമായവർക്കാണ്. കുടുംബത്തിലെ കേസുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ജയിക്കുന്നതിന് സാധിക്കുന്നു. വിദ്യാഭ്യാസം
നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ചിലർക്ക് അന്യദേശവാസവും കാണുന്നുണ്ട്. കുടുംബത്തിൽ ധനശേഷി ഉണ്ടാകുന്നു. അതുപോലെ മോഷ്ടാക്കളിൽ നിന്നും ചില ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക. വാഹനത്തിന് നാശം വരാൻ സാധ്യതയുള്ളതിനാൽ അപകടങ്ങൾ വരാതെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യത നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. പുണ്യക്ഷേത്രങ്ങളോ പുണ്യ തീർത്ഥങ്ങളോ നിങ്ങൾക്ക് ദർശനം നടത്തുന്നതിന് ഒരു ഭാഗ്യമുണ്ട്. ബന്ധുക്കളിൽ നിന്നും ഗുണം ലഭിക്കാം. സൈന്യങ്ങളിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് പറ്റിയ ഒരു കാലഘട്ടമാണ്. 21 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ള ഉത്രാടം നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസ പരമായിട്ട് പുരോഗതി ലഭിക്കുന്നു. വലിയ പ്രശ്നമൊന്നും ഇവിടെ കാണുന്നില്ല. തുടർ വിദ്യാഭ്യാസത്തിന് സാധിക്കുന്നു. സാമ്പത്തിക ക്ലേശം വരാമെങ്കിലും വിദ്യാഭ്യാസത്തിന് അത് ബാധിക്കുന്നില്ല. ആയതിനാൽ ചില ചിലവുകൾ നിങ്ങൾ നിയന്ത്രിക്കുക. ഒരു സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് നല്ലതായിരിക്കും. ശ്രമിച്ചാൽ ഒരുവിധം മനസമാധാനം എല്ലാം കുടുംബത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. ചിലർക്ക് ഭയം, അലർജി പോലുള്ള ചില പ്രയാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മദ്യം കഴിക്കുന്നവർക്കോ ലഹരി ഉപയോഗിക്കുന്നവർക്കോ വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും. അവർ പോലീസ് ജയിലിലൊക്കെ ആകേണ്ട സാധ്യതയുള്ളതിനാൽ അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കുകയും ഇത്തരത്തിലുള്ള ദുർനടപടികളിൽ നിന്ന് മാറുകയും ചെയ്യുന്നതായിരിക്കും നല്ലത്. ശ്രമിച്ചാൽ മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത ഈ സമയം കാണുന്നുണ്ട്. അവർക്ക് ആ മികച്ച വിദ്യാഭ്യാസം ലഭിച്ചവർക്ക് മികച്ച രീതിയിലുള്ള തൊഴിൽ ലഭിക്കുന്നതിനും ഭാഗ്യമുണ്ട്. ഉന്നത വിദ്യാഭ്യാസം നേടാനും ഉള്ള ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ വിവാഹവും സന്താന ഭാഗ്യത്തിനും ഒരു യോഗം കൂടി ഈ സമയം കാണുന്നുണ്ട്. ചിലർക്ക് അന്യദേശവാസവും കാണുന്നുണ്ട്. വിദേശത്തേക്കൊക്കെ പോയി താമസിക്കാൻ, അവിടെ ജോലി ചെയ്യാനുള്ള ഭാഗ്യമുണ്ട്. സർക്കാരിൽ നിന്നും ഈ സമയവും ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇഷ്ടവാഹനം, വീടും ഒക്കെ വാങ്ങുന്നതിന് യോഗം കാണുന്നുണ്ട്. 39 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ള ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ അച്ചടക്ക ജീവിതം നയിച്ചവർക്ക്, നേരത്തെ പറഞ്ഞ രീതിയിൽ ദുർനടപടികൾ അല്ലാതെ നല്ല രീതിയിൽ ജീവിച്ചവർക്ക് ഒരു കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഇല്ലാതെ സന്തോഷമായ ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. നേർവഴിക്കുള്ള ചിന്തകളും ബുദ്ധിയും കാര്യവിചാരവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. തൊഴിൽ സംബന്ധമായി ഏറെ പുരോഗതി ലഭിക്കുന്നു. വ്യാപാരം ഉണ്ടെങ്കിൽ അതും പുരോഗമിക്കുന്നതാണ്. സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നു. ഭൂമിപരമായ സ്വത്തുക്കൾ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത ഈ സമയം കാണുന്നുണ്ട്. ശത്രുക്കളുടെ ഉപദ്രവം കാരണം ചില തൊഴിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആയതിനാൽ അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ആയതിനാൽ നിങ്ങളൊരു ബിസിനസ്സുകാരനോ തൊഴിൽ ഉടമയോ ഉദ്യോഗസ്ഥനോ കൃഷി ചെയ്യുന്ന ആളോ ആയിക്കോട്ടെ, നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മറ്റൊരാളെ ഏൽപ്പിച്ച് നിങ്ങൾ എങ്ങോട്ടും പോകരുത്. അങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് എന്നേക്കുമായി തകരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അത് നശിക്കും, ചതിക്കപ്പെടും. അങ്ങനെ ചതുവ് നടന്നാൽ നിങ്ങളെ വളരെ അധപ്പതിക്കാനായിട്ട്, നിങ്ങൾ വളരെയധികം അധപ്പതിച്ചു പോകുന്ന ഒരു സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ബിസിനസ്സിൽ വളരെയധികം ശ്രദ്ധിക്കുക, ജോലിയിൽ ശ്രദ്ധിക്കുക. അല്ലാത്തവർക്ക്, ഇത് ശ്രദ്ധിച്ചവർക്കെല്ലാം ഏറെ ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്തവരിൽ നിന്നും ധാരാളം ധനം ലഭിക്കുന്നതിന് ഒരു സാധ്യത ഉണ്ട്. അതുപോലെ സഹായങ്ങളും ലഭിക്കാം. സാമ്പത്തിക പദ്ധതികളിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കുന്നതിന് സാധിക്കുന്നു. പന്തയം വയ്ക്കുക, ചൂത് കളിക്കുക എന്നിവ ഒഴിവാക്കേണ്ടതാണ് ഈ കാലഘട്ടത്തിൽ. 55 വയസ്സ് മുതൽ 74 വയസ്സ് വരെയുള്ള ഉത്രാട നക്ഷത്രക്കാർക്ക് ആരുമായും വാർക്ക് തർക്കത്തിനോ വഴക്കിനോ ഒന്നും പോകാതിരിക്കുന്നതാണ് ഈ സമയത്ത് നല്ലത്. ചില രോഗങ്ങൾ വരാം. വാദം പോലുള്ള രോഗങ്ങൾ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സ്വഭവനത്തിൽ നിന്നും വിദേശത്തേക്കോ വിദൂര ദേശത്തേക്കോ പോയി വസിക്കാൻ ഒരു യോഗം കാണുന്നുണ്ട്. ചിലർക്ക് മാനഹാനി വരാൻ സാധ്യതയുള്ളതിനാൽ അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം വളരെ അകന്ന് സൂക്ഷിച്ചു നിൽക്കുക. ദമ്പതിമാർ കുറച്ച് അകലം വരുന്നതിന്, മാറി താമസിക്കുന്നതിന് സാധ്യതയുണ്ട്. വളരെ വിദൂരത്തേക്ക് ചിലർ ജോലി സംബന്ധമായിട്ട് പോകാം. അല്ലെങ്കിൽ പിണങ്ങി വേർപിരിയുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ആരുടെ ആവശ്യമോ ആഗ്രഹമോ അനുസരിച്ച് നിർബന്ധപൂർവമേ ഒരിക്കലും ഒരു സംരംഭമോ മറ്റുള്ള രീതിയിലുള്ള ഒരു വ്യാപാരങ്ങളൊന്നും നിങ്ങൾ തുടങ്ങരുത്. നിങ്ങൾ അതിൽ വളരെയധികം കഴിവും വളരെയധികം പരിചയശേഷി ഉണ്ടെങ്കിൽ, അറിവുണ്ടെങ്കിൽ മാത്രമേ ഒരു ബിസിനസ് നിങ്ങൾ ഈ സമയം തുടങ്ങാവൂ. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന വ്യാപാരത്തിനെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു അറിവില്ലാതെ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ വളരെയധികം നഷ്ടം വരാൻ സാധ്യതയുണ്ട്. സമ്പത്ത് സുരക്ഷിതമായ ഒരു മേഖലയിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ചിലർക്ക് തൊഴിൽ വ്യാപാരത്തിൽ ചില തടസ്സങ്ങൾ വരുന്നതിനും സാധ്യതയുണ്ട്. നിലവിലുള്ള വ്യാപാരങ്ങൾക്ക് തടസ്സം വരാൻ സാധ്യതയുണ്ട്. മോശമായ സ്വപ്നങ്ങൾ കണ്ടിട്ട് അതിന് മനസ്സ് അസ്വസ്ഥതയാകാനും ഒരു സാധ്യതയുണ്ട്. അതിനാൽ അത് വളരെയധികം ശ്രദ്ധിക്കാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. എങ്കിലും ചില കഷ്ടതകൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. 74 വയസ്സിന് മുകളിലോട്ടുള്ള ഉത്രാടം നക്ഷത്രക്കാർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ കാലങ്ങളിലെ കുറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ അവർക്ക് ഉണ്ടാകാം.
ഇവിടെയും വിദ്യാഭ്യാസത്തിനനുസരിച്ച് വളരെ നല്ല ഒരു ഉയർച്ച ലഭിക്കുന്ന ഒരു സമയമാണ്. നിക്ഷേപങ്ങളിൽ നിന്നും ധാരാളം വരുമാനം ലഭിക്കുന്ന ഒരു സമയമാണ്. ഇവിടെ ഭാഗ്യത്തിന്റെ ആനുകൂല്യം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വാദസംബന്ധമായ ചില രോഗങ്ങൾ വരാൻ ഒരു സാധ്യത ചിലർക്ക് കാണുന്നുണ്ട്. പഴയകാല, അതായത് ബാല്യകാല സുഹൃത്തുക്കളെ അവർക്ക് കണ്ടുമുട്ടുന്നതിനും പരിചയം പുതുക്കുന്നതിനും ചില പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും നിങ്ങൾക്ക് ഈ സമയം വളരെയധികം സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ചിലത് പല ഗവേഷണ രംഗങ്ങളിൽ അവർ തിരിയുന്നതിനാൽ അതിലും അവർ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഏത് രംഗത്തായാലും മികച്ച നേട്ടം കൈവരിക്കാൻ ഇവർക്ക് സാധിക്കുന്നത് ഇവരുടെ ഒരു യോഗമാണ്. ജന്മദിന ആഘോഷങ്ങൾ ഇവർക്ക് നടത്തുവാൻ സാധിക്കുന്നു. ദാനാദി കർമ്മങ്ങൾ ചെയ്യാനും ഇവർക്ക് ഭാഗ്യമുണ്ട്. അടുത്ത് തിരുവോണ നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത്. 7 വയസ്സ് വരെയുള്ള തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ കാലയളവ് ഒരു പ്രയോജനമുള്ള ഒരു സമയമാണ്. ചില രോഗങ്ങൾ വരും ഉണ്ടെങ്കിലും അത് അത്രയൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ഫുഡ് പോയിസൺ ഉണ്ടാകാവുന്ന ഒരു സാധ്യതയാണ് കാണുന്നത്. അത് സൂക്ഷിച്ചാൽ മതിയാകും. കുടുംബത്തിൽ ഒരു വാഹനം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ഒരു ഭാഗ്യം കാണുന്നുണ്ട്. വിദ്യാഭ്യാസം നിങ്ങൾക്ക് തുടർന്ന് പോകുവാൻ തന്നെ സാധിക്കുന്നു. ബന്ധുക്കൾക്ക് ചില കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നു. മാതാവിന് ചില ദുരിതങ്ങൾ വന്നേക്കാം. നാൽക്കാലി വ്യാപാരം നടത്തുന്ന കുട്ടിയുടെ ബന്ധുക്കൾക്ക് ഏറെ ഗുണകരമായ ഒരു കാലഘട്ടമാണിത്. സമ്പത്ത് ക്രമേണ വർദ്ധിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നു. 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള തിരുവോണ നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിന് വിജയം ലഭിക്കുന്നതാണ്. അതിർത്തി തർക്കങ്ങൾ മുതലായവ പരിഹരിച്ച് അത് രമ്യതയിൽ എത്താൻ സാധിക്കുന്നു. ചതിവും വഞ്ചനയും പറ്റാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. ചിലർ പ്രതികാര നടപടികളുമായി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവാം. അലർജി, ശ്വാസം മുട്ടൽ, കഫത്തിന്റെ ഉപദ്രവം എന്നിവയുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അച്ഛനും അമ്മയും കൂടി വഴക്കിട്ട് പിരിയുവാനും ഈ സമയത്ത് ചില കുട്ടികൾക്ക് യോഗം കാണുന്നുണ്ട്. അഗ്നിയിൽ നിന്നോ വൈദ്യുതിയിൽ നിന്നോ പൊള്ളലേൽക്കാൻ ഒരു സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസം തുടർന്ന് പോകുന്നതിന് സാധിക്കുന്നു. പുണ്യ തീർത്ഥങ്ങളിലും പുണ്യപ്പെട്ട ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നതിന് ഒരു ഭാഗ്യവും ഈ സമയം കാണുന്നുണ്ട്. 14 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ള തിരുവോണ നക്ഷത്രക്കാർക്ക് ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കുന്ന ഒരു സമയമാണ്. ആദ്യമൊക്കെ സാമ്പത്തികമായി ചില പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകാം എങ്കിലും അത് പിന്നീട് അതെല്ലാം നേരെയായി പോകുന്നതായിട്ടാണ് കാണുന്നത്. പ്രാർത്ഥന, പൂജ, മറ്റു മതപരമായ കാര്യങ്ങൾക്ക് മുടക്കം വരാൻ സാധ്യത കാണുന്നതിനാൽ അത് മുടക്കം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാഭ്യാസം മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു. അശ്രദ്ധ കാണിക്കാതിരുന്നാൽ ഉയർന്ന വിദ്യ നേടുന്നതിന് ഇവർക്ക് ഭാഗ്യമുണ്ട്. മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും യോഗം കാണുന്നുണ്ട്. ചിലർക്ക് വിദേശ രാജ്യത്തേക്ക് പോയി അവിടെ ജോലി സമ്പാദിക്കാനും സ്ഥിര താമസമാക്കാനുമുള്ള ഭാഗ്യം കാണുന്നുണ്ട്. വിവാഹവും സന്താന ഭാഗ്യത്തിനും യോഗം കാണുന്നുണ്ട്. ചിലർക്ക് ശാസ്ത്രപരമായ മേഖലയിൽ, അതായത് വേർതിരിഞ്ഞ ഒരു പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് സാധിക്കുന്നു. അവർക്ക് അതായിരിക്കും ഇഷ്ടം. അതിലും അവർക്ക് മികച്ച ഒരു കഴിവ് അവർക്ക് തെളിയിക്കാൻ സാധിക്കുന്നു. സാമ്പത്തികം ഒരു പരിധിവരെ നല്ലതായിരിക്കായിട്ടാണ് ഈ സമയം കാണുന്നത്. 32 വയസ്സ് മുതൽ 48 വയസ്സ് വരെയുള്ള തിരുവോണ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു വരുന്ന ഒരു കാലമാണ്. തൊഴിൽ, ഉദ്യോഗം, വ്യാപാരം, ഗവേഷണം ഇവ നല്ല രീതിയിൽ പോകുന്നതിന് സാധിക്കുന്നു. ചിലർക്ക് വിവാഹത്തിന്റെ സമയം ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. സന്താന ഭാഗ്യവും ഇപ്പോഴുണ്ട്. അന്യരിൽ നിന്നും പ്രതീക്ഷിക്കാത്ത പല സഹായങ്ങളും സഹകരണങ്ങളും ലഭ്യമാകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ധനം സമ്പാദിക്കുന്നതിന് സാധിക്കുന്നു. അതുപോലെ മികച്ച നല്ല നിക്ഷേപ പദ്ധതികളിൽ നിക്ഷേപം നടത്തുന്നതിനും സാധിക്കുന്നു. അംഗീകാരങ്ങളും അവാർഡുകളും ലഭിക്കുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. ചിലർ മദ്യപാനികളും ധൂർത്തന്മാരും ആകുന്നതായിട്ടും കാണുന്നുണ്ട്. ചിലർ നല്ല രീതിയിൽ സമ്പാദിക്കുകയും അഡീഷണലായി 1-2 സമ്പാദ്യ പദ്ധതികളിൽ നിക്ഷേപിക്കുന്നതിനും അവർക്ക് സാധിക്കുന്നു. പല രീതിയിലും വരുമാനം ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുന്നു. ചെറിയ രീതിയിൽ ശത്രുശല്യം ഉണ്ടാകാം, എന്നാലും വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. ശ്രദ്ധിച്ചാൽ മതി. വിലപ്പെട്ട രേഖകൾ ഭദ്രമായി സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അതും സ്വന്തം കൈകൊണ്ട് ഭദ്രമായി വയ്ക്കുക. ആരെയും ഏൽപ്പിച്ചാൽ സമയത്തിന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത എവിടെയെങ്കിലും ആയിരിക്കും അത്. ചിലർക്ക് അവിചാരിതമായി കേസുകൾ വന്നെന്ന് വരാം. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ സമയത്ത്. കഴിവുള്ള ഒരു വക്കീലിനെ വെച്ച് നിങ്ങൾ അതെല്ലാം കൊണ്ടുപോകാൻ ശ്രമിക്കുക. 48 വയസ്സ് മുതൽ 67 വയസ്സ് വരെയുള്ള തിരുവോണ നക്ഷത്രക്കാർക്ക് ആരുമായും വഴക്കിനും വാക്ക് തർക്കത്തിനൊന്നും പോകരുത്. ഈ സമയം അത്ര നല്ലതല്ല. നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയുള്ളവരും ശത്രുക്കളും നിങ്ങളോട് വിരോധം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് അവരിൽ നിന്ന് കഴിയുന്നതും അകന്നു നിൽക്കുക. ചിലർക്ക് ധനം ധാരാളം സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. സ്വന്തം നാട്ടിൽ നിന്നും അന്യനാട്ടിലേക്ക് താമസം മാറാനും ഒരു യോഗം കാണുന്നുണ്ട്. വീട് വാങ്ങാനും വാഹനം വാങ്ങാനും ഭാഗ്യമുണ്ട് ഈ സമയത്ത്. ഇണയുടെ അകൽച്ച ഒരു പ്രയാസം ഉണ്ടാക്കാം. സമൂഹത്തിൽ അംഗീകാരം ലഭിക്കാൻ ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. ചിലർക്ക് വാതരോഗം, പ്രമേഹം എന്നിവ അപൂർവം ചിലർക്ക് വരാൻ സാധ്യതയുണ്ട്.
കിടപ്പിലാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. കിടപ്പിലായാൽ മുതുകിൽ വ്രണം വരുന്നതിന് ഈ കാലത്തൊരു സാധ്യത ചെറുതായിട്ട് കാണുന്നുണ്ട്. ചിലർ തൊഴിലിൽ വ്യാപാരം നടത്തുന്നവർക്ക് അധ്വാനം കൂടിയിരിക്കാം. ഇത് തൊഴിലായിരുന്നാലും വ്യാപാരമായിരുന്നാലും ഈ സമയം അവർ അധ്വാനം കൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എങ്കിലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ല. സാമ്പത്തിക നേട്ടം കൈവരിക്കുവാനായിട്ട് സാധിക്കുന്നു. 67 വയസ്സ് മുതൽ 84 വയസ്സ് വരെയുള്ള തിരുവോണം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി ചിലർക്ക് വളരെ തൃപ്തികരമായ ഒരു സമയമാകുന്നു. ധനധാന്യങ്ങൾക്ക് യാതൊരുവിധ കുറവും വരാത്തൊരു സമയമാണ്. മനസമാധാനവും സന്തോഷവും ലഭ്യമാകാം. സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. ഇവിടെ ഇഷ്ടപ്പെട്ട വാഹനം ലഭ്യമാവുകയും, എന്നാൽ ചിലർക്ക് വളരെ മോശ പ്രവൃത്തികൾ കൂടി സമ്പാദ്യമെല്ലാം നഷ്ടമാകുന്നതായിട്ടും സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ജീവിതം വളരെ ശ്രദ്ധിക്കുക. ചിലർ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കാണിച്ചെന്നിരിക്കും. കേസുകളിൽ വിജയിക്കുവാൻ സാധ്യത ഒരു കൂടുതലായിട്ടുള്ള ഒരു സമയമാണിത്. ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന ഒരു സമയമാണ്. സർവ്വ ഐശ്വര്യങ്ങളോടുകൂടി ജീവിക്കേണ്ട ഒരു ഭാഗ്യം നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. ചിലർക്ക് ഈ പ്രായത്തിൽ താൻ നേടിയ വിദ്യയുടെ കഴിവിനാൽ സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് ഇപ്പോഴും സാധിക്കുന്നു. ഏത് രംഗത്തായാലും ഉത്സാഹപൂർണമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ബന്ധുക്കളും സുഹൃത്തുക്കളും കൂടി നിങ്ങളുടെ ജന്മദിനാഘോഷം നടത്തുന്നതിന്, അതിൽ പങ്കെടുക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നു. എല്ലാവരുടെയും ഒത്തുചേരുകൾ വളരെ സന്തോഷം ലഭിക്കുന്ന ഒരു അനുഭൂതി നിങ്ങൾക്കുണ്ട്. അടുത്ത് അവിട്ട നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 6 വയസ്സ് വരെയുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് വിഷജന്തുക്കളിൽ നിന്നും അല്ലെങ്കിൽ വിഷവസ്തുക്കളിൽ നിന്നും ചില ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മതിയാകും. ചെറിയ അസുഖങ്ങൾ ഉണ്ടെങ്കിലും ഈ പ്രായത്തിൽ ചില സമയങ്ങളിൽ അത് കൂടുതൽ ഗുരുതരമാകാൻ സാധ്യതയുള്ളതിനാൽ ആരംഭത്തിൽ തന്നെ വൈദ്യസഹായം സ്വീകരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കുടുംബത്തിൽ ധനം വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ആയതിനാൽ നേരായ മാർഗത്തിൽ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ധനം നേടാവുന്നതേ ഉള്ളൂ. സന്തോഷകരമായ പലതും കുടുംബത്തിൽ നടക്കാം. ഈ വിദ്യ ആരംഭം കുറിക്കുന്നതിനും വിദ്യ തുടർന്നു പോകുന്നതിനും സാധിക്കുന്നു. പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുന്നതിനും പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിനുള്ള യോഗമുണ്ട്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ചിലർക്ക് അന്യദേശവാസം കാണുന്നുണ്ട് ഈ സമയത്ത്. 6 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള അവിട്ടം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ചില അവസരത്തിൽ ചില സാമ്പത്തിക പ്രയാസങ്ങൾ വന്നേക്കാം. ഒരു വിധത്തിൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടാണ് വരാണ്ട്, വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടല്ല. എന്നാലും പൊതുവെ നല്ല കാലമാണെന്നേ പറയേണ്ടതുള്ളൂ. വിദ്യാഭ്യാസം തുടരുവാൻ സാധിക്കുന്നു. ചില അലർജികൾ ഉണ്ടാകാം, ത്വക്കിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നാട്ടിൽ നിന്നും അന്യനാട്ടിലേക്ക് പോകാനും അവിടെ താമസിക്കാനും ഈ സമയത്ത് യോഗം കാണുന്നുണ്ട്. ഈ സമയം ചിലര് ചതിയിലും വഞ്ചനകളിലും പെടാൻ ഒരു സാധ്യത ഉള്ളതിനാൽ വളരെയധികം ശ്രദ്ധിച്ചു വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ധനം, സ്വർണം, വസ്തുവകകൾ നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നാൽ നിങ്ങളുടെ സ്വർണമോ വസ്തുവോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ധനങ്ങളോ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട രേഖകളോ ഒന്നും അവർക്ക് പണയം വയ്ക്കാനായിട്ട് ഈ സമയം കൊടുക്കരുത്. കാരണം അത് തിരികെ ലഭിക്കുന്ന ഒരു കാലഘട്ടമല്ല ഇത് എന്നാണ് കാണുന്നത്. കൃഷിയിൽ നിന്നും പ്രതീക്ഷിച്ച വരുമാനം ലഭിക്കുന്നില്ല. ഈ സമയം കുറച്ച് ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസം കുഴപ്പമില്ലാതെ തുടരുന്നതിനും ഇഷ്ടവിഷയങ്ങൾ പഠിക്കുന്നതിനും യോഗമുണ്ട്. കൃഷിഭൂമി ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. ചിലർക്ക് ശരീരത്തിന് ബലക്ഷയം ഉണ്ടാകാം, ജ്വരം പോലുള്ള പനി വരാം. എന്നാലും ചികിത്സ തേടിയാൽ മാറിക്കിട്ടുന്നതേ ഉള്ളൂ. പ്രേമമുള്ളവർക്ക് ഈ കാലഘട്ടം അത് പരാജയമാകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. 24 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള അവിട്ടം നക്ഷത്രക്കാർക്ക് തൊഴിൽ സംബന്ധമായി വളരെ പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ഉദ്യോഗസ്ഥർക്കും മറ്റു തൊഴിൽ ചെയ്യുന്നവർക്കും വ്യവസായം, വ്യാപാരം എന്നിവ നടത്തുന്നവർക്കും വളരെയേറെ ഗുണങ്ങളുള്ള ഒരു സമയമാണ്. ധാരാളം സമ്പാദിക്കാൻ സാധിക്കും. അതുപോലെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു. അന്യ ആൾക്കാരിൽ നിന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ സഹായവും സഹകരണവും ലഭിക്കുന്ന ഒരു കാലമാണ്. ഉദ്യോഗം ലഭിക്കുന്നതിനും ഉള്ള സാധ്യത കാണുന്നുണ്ട്. അതിൽ പ്രൊമോഷൻ ലഭിക്കുന്നതിനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. വിവാഹം കഴിക്കുന്നതിനും സന്താനഭാഗ്യം ഉണ്ടാകുന്നതിനും യോഗമുണ്ട് ഈ സമയത്ത്. ചിലർക്ക് ഇരട്ടക്കുട്ടികൾ ജനിക്കുന്നതിനുള്ള ഒരു ഭാഗ്യവും കാണുന്നുണ്ട്. ശത്രുക്കളുടെ ശല്യം ഉണ്ടാകുന്ന ഒരു സമയമാണ്. സർക്കാർ ഭാഗത്തു നിന്നും അധികാരികളുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് പല നേട്ടങ്ങളും ഉണ്ടാകാം. പുതിയ വീട് വാങ്ങുന്നതിനും വാഹനം വാങ്ങുന്നതിനും ഇവിടെ യോഗം കാണുന്നുണ്ട്. മോഷ്ടാക്കളെ ഈ സമയം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാകുന്നു. വിലയേറിയ രേഖകൾ നിങ്ങൾ ഭദ്രമായി സൂക്ഷിച്ചാൽ മതി. ചൂതുകളിയും അമിതമായ ലോട്ടറി ടിക്കറ്റ് വാങ്ങുക വഴിയും മദ്യപാനം വഴിയും ചിലർ നശിക്കാനുള്ള സാധ്യത കാണുന്നതിനാൽ ആ പ്രവൃത്തികളിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നതായിരിക്കും നല്ലത്. കൃഷി മേഖലയിൽ നിന്ന് ധാരാളം ധനലാഭം കിട്ടാൻ സാധ്യത കാണുന്നുണ്ട്. 40 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് സ്വന്തം നിലയ്ക്ക് ചേരാത്ത ആളുകളുമായി ഒരിക്കലും വാക്കുതർക്കത്തിനോ വഴക്കിനോ പന്തയം വെപ്പിനോ പോകരുത്. ചില അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരാം. പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, അതങ്ങ് വെറുതെ വിട്ടിരുന്നാൽ മാത്രം മതി. സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോയി വസിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്.
എന്നാലും സമ്പത്തും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നു, നിലനിൽക്കുന്നു. ചിലർക്ക് ചില രോഗങ്ങൾ വരാം, വാദം, ഉഷ്ണരോഗം എന്നിവ വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. കൂടാതെ പിത്ത രസങ്ങളുടെ സന്തുലിതാവസ്ഥയ്ക്കുള്ള വ്യത്യാസം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. കൃഷിക്കാർക്ക് അധിക വരുമാനം ലഭിക്കുന്ന ഒരു സമയമാണ്. മാതാപിതാക്കൾക്ക് ചില അനിഷ്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നോ അധികാരികളിൽ നിന്നോ ചില അനിഷ്ട സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായേക്കാം. ഐശ്വര്യം നിലനിർത്താൻ വേണ്ടി പൂജകൾ ചെയ്യുന്നത് ഈ സമയം വളരെ ഗുണം ചെയ്യുന്നു. ഈ സമയം അധ്വാനം നിങ്ങൾക്ക് ഏറിയിരിക്കും. എന്നാലും ധനപരമായി നിങ്ങൾക്ക് മോശമൊന്നും വരുന്നില്ല. നല്ല രീതിയിൽ പണം സമ്പാദിക്കാൻ സാധിക്കുന്നു. 59 വയസ്സ് മുതൽ 76 വയസ്സ് അതിന് മുകളിലോട്ടുള്ളവർക്ക്, അതായത് അവിട്ട നക്ഷത്രക്കാർക്ക് ആരോഗ്യം ഒരുവിധം തൃപ്തികരമായിരിക്കുമെന്നേ പറയാൻ പറ്റൂ. മുൻകാലത്തെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാം, പുതിയ മിത്രങ്ങൾ ഉണ്ടായേക്കാം. ഇവിടെ വിദ്യയുടെ മാഹാത്മ്യം കൊണ്ട് ധാരാളം ധനം ഇപ്പോഴും ഈ അവസരത്തിലും സമ്പാദിക്കാൻ സാധിക്കുന്നു. തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നു, മനസമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്നു. ഡിപ്രഷൻ മുതലായ മനോവിചാരങ്ങൾ പൂർണ്ണമായി മാറിക്കിട്ടുന്നു. ബുദ്ധി നേർഗതിയിലാകുന്നു. ഉത്തമമായ വാഹനങ്ങൾ ലഭിക്കാം. അതുപോലെ ഇഷ്ടപ്പെട്ട രീതിയിൽ വീട് നിർമ്മിച്ച് താമസിക്കുന്നതിന് ഇവർക്ക് ഭാഗ്യമുണ്ട്. ആരോഗ്യം ഇവിടെ ഒരുവിധം തൃപ്തികരമായിരിക്കും. ചിലർക്ക് അപൂർവമായി ചില പ്രത്യേകതയുള്ള പദവിയുള്ള ജോലി ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. താൽക്കാലികമായിരിക്കാം, 5 വർഷത്തേക്കൊക്കെ ആയിരിക്കാം, എങ്കിലും ജോലി ലഭിക്കുന്നതിന് ഒരു ഭാഗ്യമുണ്ട്. ഈ സമയം ചിലര് ആത്മീയതയിലേക്ക് തിരിയുന്നതിനും പ്രഭാഷണങ്ങൾ നടത്തുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. 76 വയസ്സിന് മുകളിലോട്ടുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് കഴിവതും തർക്കങ്ങളെല്ലാം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ നിക്ഷേപങ്ങളിൽ നിന്നും ധാരാളം ധനം ലഭിക്കുന്നതിന്, വരുമാനം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ധനത്തിന് കുറവ് വരുന്നില്ല. പക്ഷേ ചില തൽപര കക്ഷികളുമായി ചേർന്ന് ചതിയും വഞ്ചനയും ഉണ്ടാകാൻ സാധ്യതയുള്ളതിന് അതൊന്ന് ശ്രദ്ധിക്കുക. വളരെ ശ്രദ്ധയോടെ ഇരുന്നാൽ കുഴപ്പമൊന്നും ഉണ്ടാകാതെ പോകാൻ സാധിക്കുന്നു. ചില നഷ്ടങ്ങൾ ഉണ്ടാകാമെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല. പങ്കാളി, അതുപോലെ തന്നെ നിങ്ങൾ ഈ സമയം പുതിയതായി കേസിനൊന്നും പോകരുത്. അത് നിലവിലുള്ള കേസ് ജയിക്കും, പക്ഷെ പുതിയ കേസ് നിങ്ങൾ തുടങ്ങാൻ ഈ സമയം നിങ്ങൾക്ക് നല്ലതല്ല. അത് തോൽക്കുക തന്നെ ചെയ്യും. ഇവിടെ പ്രവചിക്കപ്പെട്ടതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പം നടക്കുന്ന ഈ ജൂലൈ മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.